അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇബ്തിദായി ഉറുദു എന്നുള്ള നമ്മുടെ പുസ്തകത്തിലെ സബഖ് 18 18ാമത്തെ പാഠം മഷ്ഹൂർ താരീഖ് ഇമാറത്തെ, ചരിത്ര പ്രസിദ്ധമായ കെട്ടിടങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട 5 കെട്ടിടങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്തായിട്ട് പരിചയപ്പെടാനുള്ളത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസം നമ്മൾ അതിലുള്ള 2 കെട്ടിടങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി. ഒന്ന് താജ്മഹലായിരുന്നു, 2 കുതുബ് മിനാറായിരുന്നു അല്ലേ. അപ്പോൾ താജ്മഹൽ, കുതുബ് മിനാർ എന്നീ കെട്ടിടങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ നിർമ്മാണം എങ്ങനെയായിരുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ള കെട്ടിടം അത് പഞ്ചാബ് എന്നുള്ള സംസ്ഥാനത്ത് നിലകൊള്ളുന്ന സുവർണ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ധാരാളം മതക്കാർ ഇന്ന് താമസിക്കുന്നുണ്ട്. ഓക്കെ, മുസ്ലിമീങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, സിഖ് മതക്കാരുണ്ട്, ജൈന മതക്കാരുണ്ട്, അങ്ങനെ പോലത്തെ ധാരാളം മതക്കാർ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിലുള്ള സിഖ് മതക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഈ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന സുവർണ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കുവാനുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. पंजाब के शहर अमृतसर में सुवर्ण मंदिर, सोने का मंदिर, सिखों का अहम मजहबी मकाम है. सिखों के गुरु गुरुदास को मुग़ल बादशाह अकबर ने 500 बीघे ज़मीन दी थी. गुरुदास ने यहाँ एक तालाब बनवाया था जिसे सिख लोग पवित्र सरोवर यानी मुक़द्दस तालाब कहते हैं. गुरुअर्जुन देव के ज़माने में उसी तालाब के साथ साथ एक बहुत बड़ा मंदिर तामीर किया गया. उसमें सिखों की मजहबी किताब आदि गुरु ग्रंथ साहब रखी गई है. इसी वजह से ये मंदिर सिखों की अक़ीदत का मरकज़ बन गया. बाद में महाराजा रंजीत सिंह ने मंदिर के बड़े गुंबद पर सोने का पत्थर चढ़वा दिया और ये मंदिर सुवर्ण मंदिर के नाम से मशहूर हुआ. ओके, ഒന്ന് നോക്കാം. പഞ്ചാബ് കെ ഷെഹർ, പഞ്ചാബിലെ പട്ടണമായ. ഓക്കെ, ഷെഹർ എന്നാൽ പട്ടണം എന്നാണ് അർത്ഥം. പഞ്ചാബ് കെ ഷെഹർ, പഞ്ചാബിലെ പട്ടണമായ അമൃത്സർ മേ, അമൃത്സർ എന്നുള്ള സ്ഥലത്ത് സുവർണ മന്ദിർ, അതിൻ്റെ ഒരു ബ്രാക്കറ്റിലായിട്ട് ഇട്ടത് കാണാം, സോനേക്ക മന്ദിർ എന്ന്. ഓക്കെ, സോന എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം. സോനേക്ക മന്ദിർ, സ്വർണത്തിൻ്റെ ക്ഷേത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ സുവർണ ക്ഷേത്രം എന്ന് പറയാറുണ്ട്. അപ്പോൾ സുവർണ ക്ഷേത്രം സിഖോങ്ക, സിഖ് മതക്കാരുടെ, സിഖോ എന്ന് പറഞ്ഞാൽ സിഖ് മതക്കാർ, സിഖ് മതവിശ്വാസികൾ എന്നാണ് അർത്ഥം. സിഖോങ്ക, സിഖ് മതക്കാരുടെ അഹം മദ്ഹബി മഖാം ഹെ. അഹം എന്നാൽ പ്രധാനപ്പെട്ട, മദ്ഹബ് എന്ന് പറഞ്ഞാലോ മതം എന്നാണ് അർത്ഥം. മദ്ഹബി മഖാം എന്ന് പറഞ്ഞാൽ ആരാധനാലയം എന്നാണ് അർത്ഥം. അപ്പോൾ സിഖോങ്ക അഹം മദ്ഹബി മഖാം ഹെ, സിഖ് മതക്കാരുടെ പ്രധാനപ്പെട്ട ആരാധനാലയമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സിഖോं के ഗുരു ഗുരുദാസ് കോ. ഓക്കെ, സിഖോं के ഗുരു, സിഖ് മതക്കാരുടെ ഗുരുവായിട്ടുള്ള. ഓക്കെ, ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ ഗുരു എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ. അപ്പോൾ സിഖോं के ഗുരു, സിഖ് മതക്കാരുടെ ഗുരുവായിട്ടുള്ള ഗുരുദാസ് കോ. ഓക്കെ, ഗുരുദാസ് എന്നാണ് ആ സിഖ് മതക്കാരുടെ ആ ഗുരുവിൻ്റെ പേര്. അപ്പോൾ ഗുരുദാസ് കോ, ഗുരുദാസിനെ മുഗൾ ബാദുഷാ. ഓക്കെ, മുഗൾ രാജാവായിട്ടുള്ള അക്ബറിനെ, അക്ബർ എന്നുള്ള രാജാവ്, നമുക്ക് അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ മുഗൾ ചക്രവർത്തിയായ അക്ബർ എന്ത് ചെയ്തു? 500 ബീഘെ ജമീൻ ദീതി. ഓക്കെ, ബീഖ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയുടെ അളവിനെ കുറിച്ചാണ് പറയുക. ഓക്കെ, നമ്മളിപ്പോൾ സെൻറ്റ്, ഏക്കർ എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്നുള്ളതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്ന മറ്റൊരു അളവിൻ്റെ പേരാണ് ബീഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 500 ബീഖെ, 500 ബീഖെ ജമീൻ, ഭൂമി, ദീതി നൽകിയിരുന്നു. അപ്പോൾ സിഖോं के ഗുരു ഗുരുദാസ് കോ മുഗൾ ബാദുഷാ അക്ബറിനെ, സിഖ് മതക്കാരുടെ ഗുരുവായിട്ടുള്ള ഗുരുദാസിനെ മുഗൾ ചക്രവർത്തിയായ അക്ബർ 500 ബീഘെ ജമീൻ ദീതി, 500 ബീഘെ ഭൂമി നൽകിയിരുന്നുവെന്നർത്ഥം. ഓക്കെ, ഗുരുദാസിനെ യഹാ ഏക് താലാബ് ബൻവായാ ഥാ. ഗുരുദാസിനെ, ഗുരുദാസ് യഹാ ഇവിടെ, അതായത് ഈ 500 ബീഘയുള്ള സ്ഥലത്ത് ഏക് താലാബ് ബൻവായാ ഥാ. താലാബ് എന്ന് പറഞ്ഞാൽ
കുളം എന്നാണ് അർത്ഥം. ഏക് താലാബ് ബൻവായാ ഥാ, ഒരു കുളം നിർമ്മിച്ചിരുന്നു എന്നർത്ഥം. ഓക്കെ, ബന്ന എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം. ബനാന എന്ന് പറഞ്ഞാലോ നിർമ്മിക്കുക എന്നാണ് അർത്ഥം. ബൻവാന എന്ന് പറഞ്ഞാൽ നിർമ്മിപ്പിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഗുരുദാസ് എന്ത് ചെയ്തു? ഇവിടെ ഒരു നല്ല കുളം ഉണ്ടാക്കി നിർമ്മിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ജിസെ സിഖ് ലോഗ്, ജിസെ ഏതിനെയാണോ, സിഖ് ലോഗ് സിഖ് മതക്കാർ, സിഖിലെ ജനങ്ങൾ, പവിത്ര സരോവർ, പവിത്ര സരോവർ എന്ന് യാനി അതായത് മുഖദ്ദസ് താലാബ് എന്ന് കഹ്തേ ഹൈ പറയുന്നത്. ഓക്കെ, പവിത്ര എന്ന് പറഞ്ഞാൽ മുഖദ്ദസ് എന്നാണ് അർത്ഥം, പവിത്രമായ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സരോവർ എന്ന് പറഞ്ഞാലോ താലാബ് എന്ന് തന്നെയാണ് അർത്ഥം, അതായത് കുളം എന്നർത്ഥം. അപ്പോൾ പവിത്ര സരോവർ എന്ന് പറഞ്ഞാൽ പവിത്രമായ കുളം, മുഖദ്ദസ് താലാബ് എന്നാണ് അതിൻ്റെ അർത്ഥം, അതായത് പവിത്രമായിട്ടുള്ള കുളം. ഓക്കെ, അപ്പോൾ ഗുരുദാസ് യഹാ ഇവിടെ ഏക് താലാബ് ബൻവായാ ഥാ, ഒരു കുളം നിർമ്മിപ്പിച്ചിരുന്നു. ജിസേ ഏതിനെയാണോ, സിഖ് ലോഗ് പവിത്ര സരോവർ യാനി മുഖദ്ദസ് താലാബ് കഹ്തേ ഹേ, അതിനെയാണ് സിഖ് മതക്കാർ പവിത്ര കുളം എന്ന് വിളിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, പിന്നീട് ഗുരുവാർജുൻ ദേവ് കെ ജമാനെ മേ ഉസി താലാബ് കെ സാത്ത് സാത്ത് ഏക് ബഹുത് ബഡാ മന്ദിർ തഅമീർ കിയാ ഗയാ. ഓക്കെ, ഒന്ന് നോക്കുക. ഗുരുവാർജുൻ ദേവ് കെ ജമാനേമേ, ഗുരുവാർജുൻ ദേവ് എന്നുള്ള വ്യക്തിയുടെ കാലത്ത്, ഉസി താലാബ് കെ സാത്ത് സാത്ത് ആ കുളത്തിൻ്റെ അരികിലായിട്ട് കൂടെ, ആ കുളത്തിൻ്റെ കൂടെ, ഏക് ബഹുത് ബഡ മന്ദിർ ഒരു വളരെ വലിയ ക്ഷേത്രം, തഅമീർ കിയാ ഗയാ നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുവാർജുൻ ദേവിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഈ കുളത്തിൻ്റെ അടുത്തു തന്നെ ഒരു വലിയ ക്ഷേത്രം പണി കഴിക്കപ്പെട്ടു. ഓക്കെ, ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഉസ്മേ സിഖോं की മദ്ഹബി കിതാബ് ആദി ഗുരു ഗ്രന്ഥ് സാഹിബ് രഖി ഗയി ഹെ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മതത്തിലുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഗ്രന്ഥമാണെന്ത്? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലേ? എന്നുള്ളതുപോലെ സിഖ് മതക്കാരുടെ മതത്തിലുള്ള ഏറ്റവും പവിത്രമായിട്ടുള്ള ഗ്രന്ഥമാണ് ആദി ഗുരു ഗ്രന്ഥ് സാഹിബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതാണ് ഇനി പറയുന്നത്. ഉസ്മേ ആ ക്ഷേത്രത്തിൽ സിഖോं की മദ്ഹബി കിതാബ് സിഖ് മതക്കാരുടെ മതകീയ ഗ്രന്ഥമായിട്ടുള്ള ആദി ഗുരു ഗ്രന്ഥ് സാഹിബ്, ആദി ഗുരു ഗ്രന്ഥ് സാഹിബ് എന്നുള്ള ഗ്രന്ഥം രഖി ഗയി ഹെ വെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ എന്ത് ചെയ്തു? അവർ സിഖ് മതക്കാർ അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ആദി ഗുരു ഗ്രന്ഥ് സാഹിബ് വെച്ചുവെന്നർത്ഥം. ഓക്കെ, ഇസി വജാ സെ യെ മന്ദിർ സിഖോं की അഖീദത്ത് കാ മർക്കസ് ബൻ ഗയാ. ഇസി വജാ സെ ഇതു കാരണത്താൽ, വജ എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ് അർത്ഥം. ഇസി വജാ സെ ഇത് കാരണത്താൽ, യേ മന്ദിർ ഈ ക്ഷേത്രം, സിഖോं की അഖീദത്ത് കാ സിഖ് മതക്കാരുടെ വിശ്വാസത്തിൻ്റെ മർക്കസ് ബൻ ഗയാ അതിൻ്റെ മർക്കസ് ആയിത്തീർന്നു, അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആയിത്തീർന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായിട്ട് ഈ ക്ഷേത്രം മാറി എന്നാണ് പറയുന്നത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ആദി ഗുരു ഗ്രന്ഥ സാഹിബ് അവിടെ നിലകൊള്ളുന്നുണ്ട് എന്നതുകൊണ്ടാണത്. ഓക്കെ, അഖീദത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം, മതം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഇനി ബാദ് മേ മഹാരാജ രഞ്ജീത് സിംഗിനെ मंदिर के बड़े गुंबद पर सोने का पत्थर चढ़वा दिया. ഓക്കെ, നമ്മൾ ഇതിന് എന്തുകൊണ്ടാണ് സുവർണ ക്ഷേത്രം എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ, പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന താഴികക്കുടത്തിൽ, ഓക്കെ, ഏറ്റവും ഉയർന്ന ആ താഴികക്കുടത്തിൽ ഒരു മഹാരാജ രഞ്ജീത് സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു സ്വർണ്ണ തകിട് പതിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇതിന് സുവർണ ക്ഷേത്രം എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, ഒന്ന് നോക്കുക. ബാദ് മേ ശേഷം മഹാരാജ രഞ്ജീത് സിംഗിനെ, മഹാരാജ രഞ്ജീത് സിംഗ് എന്ന് പറയുന്ന വ്യക്തി മന്ദിർ കെ ഈ ക്ഷേത്രത്തിലെ ബഡേ ഗുംബദ് പർ, ഓക്കെ, വലിയ താഴികക്കുടത്തിൻ്റെ മേൽ, ഗുംബദ് എന്നാൽ താഴികക്കുടം എന്നാണ്. അതായത് നമ്മുടെ പള്ളിയുടെ മുകളിലൊക്കെ ഉണ്ടാവാറുള്ള കുബ്ബയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഗുംബദ് എന്ന് പറയുന്നത്. അപ്പോൾ മഹാരാജ രഞ്ജീത് സിംഗിനെ മന്ദിർ കെ ബഡേ ഗുംബദ് പർ ഈ ക്ഷേത്രത്തിൻ്റെ വലിയ താഴികക്കുടത്തിൻ്റെ മേൽ സോനെ കാ പത്തർ സ്വർണത്തിൻ്റെ തകിട് എന്നാണ് അതിൻ്റെ അർത്ഥം. പത്തർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഭാഗത്തിനാണ്, ഒരു സ്ലൈഡിനാണ് നമ്മൾ ഉറുദുവിൽ പത്തർ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ സോനേക്ക പത്തർ സ്വർണത്തിൻ്റെ തകിട് ചടുവാദിയ കയറ്റി വെച്ചു എന്നർത്ഥം. ഓക്കെ,
ചടുവാദേന കയറ്റി വെക്കുക, ചടുവാദിയ കയറ്റി വെച്ചു. ഓർ പിന്നെ യേ മന്ദിർ ഈ ക്ഷേത്രം സുവർണ മന്ദിർ കെ നാമസെ സുവർണ മന്ദിർ എന്നുള്ള പേരിനാൽ മഷ്ഹൂർ ഹുവ പ്രസിദ്ധമായി. ओके അപ്പോൾ बाद में महाराजा रंजीत सिंह ने मंदिर के बड़े गुंबद पर सोने का पत्थर चढ़वा दिया. പിന്നീട് മഹാരാജ രഞ്ജീത് സിംഗ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ താഴികക്കുടത്തിൻ്റെ മേൽ ഒരു സ്വർണ്ണത്തകിട് കയറ്റി വെച്ചു. और ये मंदिर സുവർണ മന്ദിർ के नाम से मशहूर हुआ. പിന്നീട് ഈ ക്ഷേത്രം സുവർണ മന്ദിർ എന്നുള്ള പേരിൽ മഷ്ഹൂറായി പ്രസിദ്ധമായി എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇതോടുകൂടെ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചർച്ച കഴിയുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ചെങ്കോട്ടയെക്കുറിച്ചാണ്. ഓക്കെ, ഇനി നാലാമത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ള മന്ദിരം കെട്ടിടം എന്താണ്? അത് ചെങ്കോട്ടയാണ് എന്നർത്ഥം. ഓക്കെ, ഷാജഹാൻ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി തന്നെയാണ് ചെങ്കോട്ടയും നിർമ്മിക്കുന്നത്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. മുഗൾ ബാദുഷാ ഷാജഹാൻ को इमारतें बनवाने का बड़ा शौक था. उसने दिल्ली को अपनी राजधानी बनाया और यहाँ एक नया शहर शाहजहानाबाद बसाया. उसी शहर में जमुना नदी के किनारे उसने एक किला बनवाया. उसकी तामीर में लाल पत्थर का इस्तेमाल किया गया. ഒന്ന് നോക്കുക. മുഗൾ ബാദുഷാ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ കോ ഷാജഹാനിന് ഇമാരത്തെ ബൻവാനേക്ക ഇമാരത്തെ കെട്ടിടങ്ങൾ ബൻവാനേക്ക നിർമ്മിപ്പിക്കുന്നതിന് ബഡാ ഷൗഖത വളരെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഷാജഹാന് ഇത്തരത്തിലുള്ള പ്രസിദ്ധമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വല്ലാത്ത ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ മുഗൾ ബാദുഷാ ഷാജഹാൻ കോ ഇമാരത്തെ ബൻവാനെ കാ ബഡാ ഷൗഖ് താ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാനെ കെട്ടിടങ്ങൾ നിർമ്മിപ്പിക്കുക എന്നുള്ളതിന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഉസ്നെ ദിഹ്ലി കോ അപ്നി രാജധാനി ബനായ. ഓക്കെ, ദിഹ്ലി എന്ന് പറഞ്ഞാൽ ഡൽഹി എന്നാണ് അർത്ഥം, രാജധാനി എന്നാൽ തലസ്ഥാനം എന്നാണ് അർത്ഥം. അപ്പോൾ ഉസ്നെ ദഹ്ലിക്കോ അദ്ദേഹം ഡൽഹിയെ അപ്നി രാജധാനി ബനായ സ്വന്തം തലസ്ഥാനമാക്കി. ഓർ പിന്നീട് യഹാ ഏക് നയാ ഷഹർ. ഓക്കെ, ഇവിടെ ഒരു പുതിയ പട്ടണം, നയ എന്നാൽ പുതിയ എന്നാണ് അർത്ഥം. യഹാ ഏക് നയാ ഷഹർ ഷാജഹാനാബാദ് ബസായ. ഓക്കെ, ഷാജഹാനാബാദ് എന്നുള്ള പട്ടണം നിർമ്മിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, ഷഹർ ബസാന എന്ന് പറഞ്ഞാൽ പട്ടണം ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഡൽഹിയിൽ എന്ത് ചെയ്തു? ഷാജഹാനാബാദ് എന്നുള്ള പേരിൽ അദ്ദേഹം ഒരു പുതിയ പട്ടണവും കൂടെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഉസി ഷഹർ മേ ജമുന നദി കെ കിനാരെ. ഓക്കെ, ഈ പട്ടണത്തിലാണ് യമുന നദി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, യമുന നദിക്ക് ഉറുദുവിൽ ജമുന എന്നുകൂടി എഴുതാറുണ്ട്, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഉസി ഷഹർ മേ ആ പട്ടണത്തിൽ ജമുന നദി കെ കിനാരെ. ഓക്കെ, യമുന നദിയുടെ തീരത്ത് ഉസ്നെ അദ്ദേഹം ഏക ഖില ബൻവായ. ഓക്കെ, ഖില എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അർത്ഥം. അത് നമ്മൾ ഖില എന്ന് വായിക്കൂല, ഖില എന്ന് മാത്രമേ വായിക്കുകയുള്ളൂ. ഓക്കെ, ഉറുദുവിലുള്ള വായനാ ശൈലി അങ്ങനെയാണ്. അപ്പോൾ ഉസ്നെ ഏക ഖില ബനായ ഒരു കോട്ട ഉണ്ടാക്കി എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം ഈ പട്ടണത്തിൽ തന്നെയായിട്ട് യമുന നദിയുടെ തീരത്തായിട്ട് ഒരു നല്ല കോട്ട ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഉസ്കി താമീർ മേ ലാൽ പത്ഥർ കാ ഇസ്തേമാൽ കിയാ ഗയ. ഉസ്കി താമീർ മേ അതിൻ്റെ നിർമ്മാണത്തിൽ, ഓക്കെ, ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ ലാൽ പത്ഥർ കാ, ലാൽ എന്നാൽ ചുവന്ന, പത്ഥർ എന്നാൽ കല്ല്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഒരു പത്ഥർ എന്നുള്ള വാക്കുണ്ടായിരുന്നു. പത്തർ എന്ന് പറഞ്ഞാൽ അവിടെ തകിട് എന്നായിരുന്നു അർത്ഥം. അവിടെ ആ ദോചഷ്മി ഹാ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ കല്ല് എന്നുള്ള പദത്തിൽ പത്തർ എന്ന് താഇന് ശേഷം നമുക്ക് ദോചഷ്മി ഹാ കാണാവുന്നതാണ്. അപ്പോൾ ലാൽ പത്തർ കാ ഇസ്തേമാൽ കിയാ ഗയ, അതിൽ ചുവന്ന കല്ലിൻ്റെ ഉപയോഗം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഉസ്കി താമീർ മേ ലാൽ പത്തർ കാ ഇസ്തേമാൽ കിയാ ഗയ, അതിൻ്റെ നിർമ്മാണത്തിൽ ചുവന്ന കല്ലിൻ്റെ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഉസെ ലാൽ ഖില കഹാ ജാത്താ ഹെ. ഉസെ അതിനിക്ക് ലാൽ ഖില ചെങ്കോട്ട എന്ന് കഹാ ജാത്താ ഹെ പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് നമ്മൾ ചെങ്കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, ലാൽ ഖിലയ്ക്ക് ദോ ഇമാരത്തെ ബഹുത് മഷ്ഹൂർ ഹൈ. ഓക്കെ, ലാൽ
ഖിലേക്ക് ലാൽ ഖിലയുടെ അതായത് ചെങ്കോട്ടയുടെ ദോ ഇമാറത്തെ 2 കെട്ടിടങ്ങൾ ബഹൂത് മഷ്ഹൂർ ഹൈ വളരെയധികം പ്രസിദ്ധമാണ്. അപ്പോൾ ഷാജഹാൻ ഈ ലാൽ ഖില ഉണ്ടാക്കുമ്പോൾ 2 കെട്ടിടമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ 2 കെട്ടിടങ്ങളും വളരെയധികം പ്രസിദ്ധമാണ് എന്നർത്ഥം. ഓക്കെ, ഏക് ദീവാനെ ആം ഓർ ദൂസരി ദീവാനെ ഖാസ്. ഓക്കെ, ദീവാൻ എന്ന് പറഞ്ഞാൽ രാജസദസ് എന്നാണ് അർത്ഥം. ഓക്കെ, ദീവാൻ രാജസദസ്. ദീവാനെ ആം എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവായിട്ടുള്ള സദസ്സിനെ കുറിച്ചാണ് പറയുക. അതായത് സാധാരണ ജനങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന സദസ്സിനെ കുറിച്ചാണ്, രാജസദസ്സിനെ കുറിച്ചാണ് ദീവാനെ ആം എന്ന് പറയുന്നത്. ദീവാനെ ഖാസ് എന്ന് പറഞ്ഞാലോ പ്രത്യേക സദസ്സിനെ കുറിച്ചാണ് പറയുക. അതായത് ഗവർണർമാർ, മന്ത്രിമാർ മാത്രം ഉൾക്കൊണ്ടിട്ടുള്ള സദസ്സിനെ കുറിച്ചാണ് ഇവിടെ ദീവാനെ ഖാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചെങ്കോട്ടയിൽ പ്രധാനപ്പെട്ട 2 കെട്ടിടങ്ങളാണുള്ളത്. ഏക് ദീവാനെ ആം, ഒന്ന് ദീവാനെ ആം ആണ്, അതായത് പൊതുവായിട്ടുള്ള സദസ്സാണ്. ഓർ ദൂസരി ദീവാനെ ഖാസ്, മറ്റേതൊന്നും എന്താണ്? പ്രത്യേകമായിട്ടുള്ള രാജസദസ്സാണ് എന്നർത്ഥം. ഓക്കെ, ദീവാനെ ആമേ പൊതുവായിട്ടുള്ള രാജസദസ്സിൽ ബാദുഷാ ദർബാർ കർത്തേത്തെ. ഓക്കെ, ദർബാർ കർണ എന്ന് പറഞ്ഞാൽ രാജ്യസഭ കൂടുക എന്നാണ് അർത്ഥം. അതായത് രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും കാര്യത്തിനൊക്കെ ഇദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്തായിരുന്നു? ദീവാനെ ആം ആയിരുന്നു. അപ്പോൾ ദീവാനെ ആമേ, ദീവാനെ ആമിൽ ബാദുഷാ ചക്രവർത്തി ദർബാർ കർത്തേത്തെ രാജസദസ് കൂടിയിരുന്നു. ഓർ അവാം കെ മസായിൽ സുൻതേത്തെ. ഓക്കെ, ഓർ അവാം കെ, അവാം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ എന്നാണ് അർത്ഥം. മസായിൽ എന്നുള്ളത് മസ്അല എന്നുള്ളതിൻ്റെ ജംആണ് പരാതി എന്നുള്ളത് പോലെ പ്രശ്നം എന്നൊക്കെയാണ് മസല എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതിന് ജംആണ് മസായിൽ. ഓക്കെ, അപ്പോൾ പരാതികളും പ്രശ്നങ്ങളും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓർ അവാം കെ മസായിൽ സുൻതേത്തെ പൊതുജനങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളുമൊക്കെ കേൾക്കാറുമുണ്ടായിരുന്നു എന്നർത്ഥം. ഓക്കെ, അതാണ് അദ്ദേഹം ദീവാനെ ആമിൽ, അതായത് പൊതുവായിട്ടുള്ള രാജസദസ്സിൽ ചെയ്തിരുന്നത്. ഇനി ദീവാനെ ഖാസ്മേ, നമ്മൾ പറഞ്ഞു 2 ദീവാനുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ദീവാനെ ഖാസിൽ ബാദുഷാ ഈ ചക്രവർത്തി അമീറോ ഓർ വസീറോ സേ, അമീർ എന്ന് പറഞ്ഞാൽ ഗവർണർ എന്നാണ് അർത്ഥം, വസീർ എന്നാൽ മന്ത്രി എന്നാണ് അർത്ഥം. ഓക്കെ, സ്വലാഹ് ഓ മഷ്വറ കർണ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക, ചർച്ച നടത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദീവാനെ ഖാസ് में बादशाह अमीरों और वज़ीरों से सलाह व मशवरा करते थे. ദീവാനെ ഖാസിൽ ഈ ചക്രവർത്തി ഗവർണർമാരോടും മന്ത്രിമാരോടും ചർച്ച നടത്താറുണ്ടായിരുന്നു. ഓക്കെ, ലാൽ കിലെ में संगमरमर की एक खूबसूरत मस्जिद भी है. ഓക്കെ, ലാൽ കിലെ में ചെങ്കോട്ടയിൽ സംഗമർമർക്ക, സംഗമർമർ നമുക്കറിയാം മാർബിൾ എന്നാണ് അർത്ഥം. സംഗമർമർക്ക് മാർബിളിൻ്റെ ഏക ഖൂബ്സൂറത്ത് മസ്ജിദ് ബി ഹെ, ഒരു മനോഹരമായിട്ടുള്ള പള്ളി കൂടിയുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ലാൽ കിലയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പള്ളി കൂടിയുണ്ട്. ആ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സംഗമർമർ കൊണ്ടാണ്, മാർബിൾ കൊണ്ടാണ് എന്നർത്ഥം. ഓക്കെ, ഉസേ മോത്തി മസ്ജിദ് കഹ്തേ ഹൈ, അതിനെക്കുറിച്ചാണ് മോത്തി മസ്ജിദ് എന്ന് പറയാറുള്ളത്. മോത്തി എന്ന് പറഞ്ഞാൽ മുത്ത് എന്നാണ് അർത്ഥം. മോത്തി മസ്ജിദ് എന്നുള്ള പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത്. അത്രത്തോളം മനോഹരമായിട്ടുള്ള മുത്ത് പോലെ തിളങ്ങുന്ന പള്ളിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, മോത്തി മസ്ജിദ്, മുത്തുപള്ളി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് മലയാളം പറയാവുന്നതാണ്. ഉസേ മോത്തി മസ്ജിദ് കഹ്തേ ഹൈ, അതിന് മോത്തി മസ്ജിദ് എന്നാണ് പറയാറുള്ളത് എന്നർത്ഥം. ഓക്കെ, शाही दौर की बहुत सी खूबसूरत और यादगार चीज़ों को उसी किले में एक म्यूസിയം में रखा गया है. നമുക്ക് മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാമല്ലോ. അതായത് നമ്മൾ ഓർത്തു വെക്കേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ മ്യൂസിയം എന്ന് പറയാറുള്ളത്. ഓക്കെ, ഒന്ന് നോക്കുക. ഷാഹി ദൗർക്കി, ഷാഹി എന്ന് പറഞ്ഞാൽ ചക്രവർത്തി കാലഘട്ടത്തെക്കുറിച്ചാണ് പറയാം. ഓക്കെ, ഷാഹി ദൗർ, ദൗർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം. അപ്പോൾ ഷാഹി ദൗർക്കി ചക്രവർത്തി കാലഘട്ടത്തിലെ, അതായത് മുഗൾ രാജവംശ കാലഘട്ടത്തിലെ, ഷാഹി എന്ന് പറഞ്ഞാൽ രാജവംശം എന്നും നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷാഹി ദൗർക്കി ആ രാജവംശ കാലഘട്ടത്തിലെ ബഹുത് സി ധാരാളം ഖൂബ്സൂറത്ത് മനോഹരമായിട്ടുള്ള ഓർ യാദ്ഗാർ, യാദ്ഗാർ എന്ന് പറഞ്ഞാൽ സ്മരണീയ എന്നാണ് അർത്ഥം. അതായത് ഓർത്തിരിക്കേണ്ട, ഓർത്തു വെക്കേണ്ട ചീസോ വസ്തുക്കൾ, ചീസോങ്കോ വസ്തുക്കളെ ഉസി കിലേമേ ആ കോട്ടയിൽ, അതായത് ഈ ചെങ്കോട്ടയിൽ ഏക് മ്യൂസിയം മേ രഖാ ഗയാ ഹെ, ഒരു മ്യൂസിയത്തിൽ വെക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അതായത് ഈ
ഷാഹി ദൗറിലുണ്ടായിരുന്ന, അതായത് ഈ രാജവംശ കാലഘട്ടത്തിലുണ്ടായിരുന്ന വളരെ മനോഹരമായതും നമ്മൾ സ്മരിക്കേണ്ടതുമായിട്ടുള്ള ധാരാളം വസ്തുക്കൾ ഒരു മ്യൂസിയത്തിൽ ഈ ചെങ്കോട്ടയിലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷാഹി ദൗർ കി ബഹുത് സി ഖൂബ്സൂറത്ത് ഓർ യാദ്ഗാർ ചീസോं को, ഓക്കെ, ഈ രാജവംശ കാലഘട്ടത്തിലെ വളരെ മനോഹരമായതും സ്മരണീയമായതുമായിട്ടുള്ള വസ്തുക്കളെ ഉസി ഖിലേ മേ ഏക് മ്യൂസിയം മേ രഖാ ഗയാ ഹേ, ആ കോട്ടയിൽ ഒരു മ്യൂസിയത്തിൽ വെക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ 4 കെട്ടിടങ്ങൾ ഇതിനോടകം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഡൽഹിയിലുള്ള ജാമ്യ മസ്ജിദിനെ കുറിച്ചാണ്. ഒന്ന് നോക്കാം. ദഹ്ലി ജാമ്യ മസ്ജിദ് ബി ഷാജഹാൻ ഹി നെ ബൻവായി ഥി. ഓക്കെ, ഡൽഹിയിലെ ജാമ്യ മസ്ജിദ് ബി, ഓക്കെ, ജാമ്യ മസ്ജിദും ഷാജഹാനീനെ ബൻവായി ഹെ, ഷാജഹാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നിർമ്മിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഈ മസ്ജിദ് ലാൽ കിലെ കെ സാമനെ एक ऊंची पहाड़ी पर बनाई गई है. ഓക്കെ, സാമ്നെ എന്നാൽ മുന്നിൽ എന്നാണെന്ന് നമുക്കറിയാം. ഊഞ്ച എന്ന് പറഞ്ഞാൽ ഉയരമുള്ള എന്നാണ് അർത്ഥം. പഹാടി എന്നാൽ കുന്ന് എന്നാണ് അർത്ഥം. ഓക്കെ, ഒന്ന് നോക്കാം. ഈ മസ്ജിദ്, ഈ പള്ളി ലാൽ കിലയ്ക്ക് സാമ്നെ, ചെങ്കോട്ടക്ക് മുന്നിലുള്ള ഏക് ഊഞ്ചി പഹാടി പർ, ഒരു ഉയർന്ന കുന്നിന്മേൽ ബനായി ഗയി ഹേ, നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളി നിലകൊള്ളുന്നത് എവിടെയാണ്? ചെങ്കോട്ടക്ക് മുന്നിലുള്ള ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് എന്നർത്ഥം. ഓക്കെ, ഉസ്മേ ദാഖിൽ ഹോനേക്ക് 3 ദർവാസേ ഹൈ. ഉസ്മേ, ആ പള്ളിയിൽ, ദാഖിൽ ഹോനേക്ക്, പ്രവേശിക്കുന്നതിന് 3 ദർവാസേ ഹൈ, 3 വാതിലുകളുണ്ട്. അപ്പോൾ ആ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ 3 വാതിലുകളാണുള്ളത് എന്നർത്ഥം. ദർവാസ എന്നുള്ള പദം നമുക്കറിയാവുന്നതാണ്, വാതിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ബഹുത് സി സീഡിയാ ചഡ്കർ ഊപ്പർ ജാനാ പഡ്താ ഹേ. ഓക്കെ, സീഡി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ, ഈ കോണിപ്പടിക്കാണ് നമ്മൾ സ്റ്റെപ്പ്, സീഡി എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ ചഡ്ന എന്ന് പറഞ്ഞാലോ കയറുക എന്നാണ് അർത്ഥം. ഊപ്പർ ജാന എന്നാൽ മുകളിലേക്ക് പോവുക. അപ്പോൾ ബഹുത് സി സീഡിയ, ധാരാളം സ്റ്റെപ്പുകൾ, ചടുക്കർ കയറിയിട്ട് ഊപ്പർ ജാനാ പഡ്താ ഹേ, മുകളിലേക്ക് പോകേണ്ടി വരുന്നുവെന്നർത്ഥം. അതായത് ഈ പള്ളിയിലേക്ക് കയറാൻ വളരെ ധാരാളം അധികം സ്റ്റെപ്പുകൾ കയറിയണം, എന്നാലേ നമുക്ക് ഈ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, മസ്ജിദ് കാ ബഹുത് ബഡാ സ്വഹൻ ഹേ. ഓക്കെ, സ്വഹൻ എന്ന് പറഞ്ഞാൽ നടുമുറ്റം എന്നാണ് അർത്ഥം. മസ്ജിദ് കാ, ഈ പള്ളിക്ക്, ബഹുത് ബഡാ, വളരെ വലിയ, സ്വഹൻ ഹേ, മുറ്റം ഉണ്ട്, നടുമുറ്റം ഉണ്ട് എന്നർത്ഥം. ഓക്കെ, സ്വഹൻ കെ ബീച്ച് മേ ഏക് ഹൗസ് ഹേ. സ്വഹൻ കെ ബീച്ച് മേ, ഈ മുറ്റത്തിൻ്റെ ഇടയിലായിട്ട്, ഏക് ഹൗസ് ഹേ, ഒരു ഹൗല് കൂടിയുണ്ട്. ഹൗൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ പള്ളിയിൽ ഉള്ള ആ ഹൗല് നിലകൊള്ളുന്നത് ആ പള്ളിയുടെ നടുമുറ്റത്താണ് എന്നർത്ഥം. ഓക്കെ, സ്വഹൻ കെ ബീച്ച് മേ ഏക് ഹൗസ് ഹേ. 3 गुंबद और 2 मीनार उस मस्जिद की खूबसूरती में 4 चांद लगाते हैं. ഓക്കെ, 3 ഗുംബദ്, 3 താഴികക്കുടങ്ങളും, ഓർ 2 മീനാർ, 2 മിനാരങ്ങളും, ഉസ് മസ്ജിദിക്ക്, ആ പള്ളിയുടെ, ഖൂബ്സൂറത്തി മേ, മനോഹാരിതയിൽ. ഓക്കെ, ഖൂബ്സൂറത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനോഹാരിത, അതിൻ്റെ ഭംഗിയിൽ, 4 ചാന്ദ് ലഗാത്തെ ഹൈ. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ 4 എന്നാണ് നമുക്കറിയാം. ചാന്ദ് എന്നാലോ ചന്ദ്രൻ എന്നാണ് അർത്ഥം. 4 ചാന്ദ് ലഗാന എന്ന് പറഞ്ഞാൽ അതിനുള്ള യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? 4 ചന്ദ്രനുകളെ ചാർത്തുന്നു എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതൊരു മുഹാവറയാണ്. അതിൻ്റെ മുഹാവറയിലുള്ള അർത്ഥം എന്താണ്? 4 ചാന്ദ് ലഗാന എന്ന് പറഞ്ഞാൽ കൂടുതൽ മനോഹരമാക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ചാന്ദ് ലഗാന എന്നുള്ള ഓരോ വാക്കിൻ്റെയും അർത്ഥം നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതൊരു മുഹാവറയാകുമ്പോൾ അതിന് മറ്റൊരർത്ഥമാണ് ഉണ്ടാവുക. 4 ചാന്ദ് ലഗാത്തെ ഹൈ എന്ന് പറഞ്ഞാൽ കൂടുതൽ മനോഹരമാക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 3 ഗുംബദ് ഓർ 2 മീനാർ, 3 താഴികക്കുടങ്ങളും 2 മിനാരങ്ങളും, ഉസ് മസ്ജിദ് കി ഖൂബ്സൂറത്തി മേ 4 ചാന്ദ് ലഗാത്തെ ഹൈ, ഈ പള്ളിയുടെ ഭംഗിയെ ഒന്നുകൂടി മാറ്റുരക്കുന്നു, കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നുവെന്നർത്ഥം. ഓക്കെ, പൂരി മസ്ജിദ് ലാൽ പത്ഥർ സെ ബനായി ഗയി ഹെ. പൂരി മസ്ജിദ്, ഈ പള്ളി മുഴുവനായിട്ടും ലാൽ പത്ഥർ സെ, ചുവന്ന കല്ലിനാൽ ബനായി ഗയി ഹെ, നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളി മുഴുവനായിട്ടും ചുവന്ന കല്ലുകളെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ലേക്കിൻ പക്ഷേ മസ്ജിദ് കെ അന്തറൂനി ഹിസ്സേ കാ ഫുറുഷ്
സംഗെ മർമർ കാ ഹെ ലേക്കിൻ പക്ഷേ മസ്ജിദ് കെ പള്ളിയുടെ അന്തറൂനി ഹിസ്സെ അന്തറൂനി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള എന്നാണ് അർത്ഥം. ഹിസ്സ എന്ന് പറഞ്ഞാൽ ഭാഗം. അപ്പോൾ അന്തറൂനി ഹിസ്സെ ഉള്ളിലുള്ള ഭാഗം കാ ഫുറുഷ് അവിടെയുള്ള വിരി എന്നർത്ഥം. ഇവിടെ വിരി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലോർ എന്നാണ് കേട്ടോ. അതായത് തറ സംഗെ മർമർ കാഹേ അത് മാർബിളിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ പള്ളി മുഴുവനായിട്ടും ചുവന്ന കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് എങ്കിലും അതിൻ്റെ ഉള്ളിലെ അടിഭാഗം അതിലെ ഫ്ലോർ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? മാർബിൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ലേക്കിൻ പക്ഷേ മസ്ജിദ് കെ അന്തറൂനി ഹിസ്സെ കാ ഫുറുഷ് സംഗെ മർമർ കാഹേ പള്ളിയുടെ ഉള്ളിലുള്ള ഭാഗത്തിലെ ഫ്ലോർ അത് മാർബിളിൻ്റെതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അവസാനത്തെ സെൻറ്റൻസ് ജാമ്യ മസ്ജിദ് കാ ഷുമാർ മുൽക്ക് കി ബഡി മസ്ജിദോ മേ ഹോത്താ ഹേ. ഓക്കെ, ജാമ്യ മസ്ജിദ് കാ ഷുമാർ ഈ ജാമ്യ മസ്ജിദിയുടെ എണ്ണം, ഷുമാർ എന്ന് പറഞ്ഞാൽ എണ്ണം എന്നാണ് അർത്ഥം. അതിൻ്റെ എണ്ണം മുൽക്ക് കി ഈ രാജ്യത്തിൻ്റെ ബഡി മസ്ജിദോ മേ ഹോത്താ ഹേ വലിയ പള്ളികളിൽ ആകുന്നുവെന്നർത്ഥം. അതായത് ഈ പള്ളി നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ സെൻറ്റൻസ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ജാമ്യ മസ്ജിദ് കാ ഷുമാർ ഈ ജാമ്യ മസ്ജിദിൻ്റെ എണ്ണം, അതായത് അതിനെ നമ്മൾ എണ്ണുന്നത് എവിടെയാണ്? മുൽക്ക് കി ബഡി മസ്ജിദോ മേ ഹോത്താ ഹേ ഈ രാജ്യത്തിൻ്റെ വലിയ പള്ളികളിൽ ആകുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പാഠം അവിടെ അവസാനിക്കുന്നു. നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള അല്പം ചില വാക്കുകൾ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് സോന സ്വർണം, മന്ദിർ മന്ദിരം ക്ഷേത്രം, മദ്ഹബ് മതം, മദ്ഹബി മഖാം ആരാധനാലയം, ഗുരു ഗുരു, ബീഖ ഭൂമിയുടെ ഒരു അളവ്, താലാബ് സരോവർ കുളം, ബൻവാന നിർമ്മിപ്പിക്കുക, പവിത്തർ മുഖദ്ദസ് പവിത്രമായ, മദ്ഹബി കിതാബ് മതഗ്രന്ഥം, അഖീദത്ത് വിശ്വാസം, പത്തർ ലോഹത്തകിട്, ചടുവാന കയറ്റിക്കുക, രാജധാനി തലസ്ഥാനം, ഷഹർ ബസാന പട്ടണമുണ്ടാക്കുക, കിനാര തീരം, ഖില കോട്ട, പത്ഥർ കല്ല്, ദീവാൻ സദസ്സ്, ദർബാർ കർണ രാജ്യസഭ കൂടുക, മസല മസായിൽ പ്രശ്നം പരാതി, അമീർ ഗവർണർ, വസീർ മന്ത്രി, സ്വലാഹ് കർണ മഷ്വറ കർണ ചർച്ച നടത്തുക, മോത്തി മുത്ത്, ദൗർ കാലം കാലഘട്ടം, ഷാഹി ദൗർ രാജ്യഭരണ കാലഘട്ടം, യാദ്ഗാർ സ്മരണീയ, പഹാടി കുന്ന്, സീഡി സ്റ്റെപ്പ്, സഹൻ നടുമുറ്റം, ചാർ ചാന്ദ് ലഗാന കൂടുതൽ മനോഹരമാക്കുക, അന്തറൂനി ഉള്ളിലുള്ള, ഹിസ്സ ഭാഗം, ഫുറുഷ് വിരി ഫ്ലോർ തറ എന്നർത്ഥം, ഷുമാർ എണ്ണം. അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.